ഇറ്റലി അവസാനം ലോകകപ്പ് നേടിയ ആ രാത്രി. സിനദിൻ സിദാൻ മാർക്കോ മറ്റരാസിയുടെ നെഞ്ച് തലകൊണ്ട് ഇടിച്ചു വീഴ്ത്തിയ രാത്രി. അന്ന് ആ ഫൈനൽ കണ്ടവർ ജീവിതത്തിൽ മറക്കുമോ ഫുട്ബോളിനെ വെല്ലുന്ന അംഗം വെട്ടിയ രാവ്? കേരളത്തിലൊരു കോരിച്ചെരിയുന്ന മഴക്കാലം. തണുത്ത രാത്രിയുടെ യാമങ്ങളിലും കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുകയാണ് ഫുട്ബോൾ പ്രേമികൾ. 2006 ജർമ്മൻ ലോകകപ്പിന്റെ കലാശപ്പോര്. ഫൈനലിൽ പോരാടുന്നത് ഫ്രാൻസും ഇറ്റലിയും. സിനദിൻ സിദാന്റെ ഫ്രാൻസിനാണ് ആരാധകർ കൂടുതൽ, ഇറ്റലിക്കും കുറവൊട്ടുമില്ല. ആരാധകരേറെയുള്ള അർജന്റീനയും ബ്രസീലും പോരെല്ലാം ക്വാർട്ടർ ഫൈനലിൽ അവസാനിപ്പിച്ചിരുന്നു. അർജന്റീന ആതിഥേയരായ ജർമ്മനിയോട് തോറ്റത് ചരിത്രപ്രസിദ്ധമായ ബെർലിനിൽ. ബ്രസീലിനെ ഫ്രാൻസ് കീഴടക്കിയത് ഫ്രാങ്ക്ഫർട്ടിൽ. ഇരു ടീമുകളും തീർന്നയിടത്ത് ഫുട്ബോൾ ലോകം സിദാന്റെ സൈഡിലും ആന്ദ്രേ പിർളയുടെ ഭാഗത്തുമൊക്കെയായി ചേരിതിരിഞ്ഞു. ഫൈനലിലെ യൂറോപ്യൻ ഗരിമയ്ക്ക് മാറ്റുകൂട്ടുന്നതായിരുന്നു ആവേശം. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് കളിക്കളത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിൽ ചാനലിൽ കാണിക്കുന്നതത്രയും സിനദിൻ സിദാന്റെ മുഖം. ഗൗരവമായി അദ്ദേഹം മൈതാനത്തേക്ക് നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് മറ്റരാസിയെ കാണാം, ഇറ്റലിയുടെ പ്രതിരോധത്തിലെ കുന്തമുന. ജിയാലുജി ബഫൺ, ഫാബിയോ കന്നവാരോ, ഫ്രാൻസിസ്കോ ടോട്ടി, ആന്ദ്രേ പിർളോ, അങ്ങനെ പ്രതിഭകളാൽ സമ്പന്നമാണ് ഇറ്റാലിയൻ സംഘം. സിദാൻ എന്ന ഒറ്റക്കൊമ്പൻ മാത്രമല്ല, കൂട്ടിന് തിയറി ഹെൻറി, ലിലിയൻ തുറാം, പാട്രിക് വിയേര ഉൾപ്പെടെ വൻ സന്നാഹബലത്തിലാണ് ഫ്രാൻസ്. കപ്പടിക്കാൻ സാധ്യതയേറെയും ഫ്രഞ്ച് സംഘത്തിനു തന്നെ. കിക്ക് ഓഫിന് പിന്നാലെ ആർത്തലയ്ക്കുകയാണ് ബെർലിൻ. പന്തിനു വേണ്ടിയുള്ള 22 പേരുടെ കളിയല്ലായിരുന്നു അത്, റഫറി നിയന്ത്രിക്കുന്ന യുദ്ധമായിരുന്നു അവിടെ. തുടക്കം മുതൽ അറ്റാക്കിംഗ് മോഡിലേക്ക് മാറിയാണ് ഫ്രാൻസും ഇറ്റലിയും കളിച്ചു തുടങ്ങിയത്. പ്രതിരോധമല്ല, ഗോളാണ് കിരീടത്തിലേക്ക് പ്രധാനമെന്ന് അവർ തിരിച്ചറിഞ്ഞ മത്സരം. പോരാട്ടത്തിന്റെ ചൂട് വർദ്ധിക്കുകയാണ്. അർജന്റീനക്കാരൻ റഫറി ഹൊറാസിയോ എലിസോണ്ടയ്ക്ക് പിടിപ്പത് പണിയായിരുന്നു മൈതാനത്ത്. 6ാം മിനിറ്റിൽ ഇറ്റലിയുടെ പെനാൽറ്റി ബോക്സ് ഫൗളിൽ ഫ്രാൻസിന് വീണ് കിട്ടിയത് സുവർണാവസരം. ഇറ്റലിയുടെ നെഞ്ചുലക്കുന്ന കിക്കിലൂടെ സിദാൻ ഗോളാക്കി മാറ്റി. ഒരു വേള അത് ഗോളല്ലേ എന്ന് ശങ്കിച്ചവരേറെ. പന്ത് വല ചുംബിച്ചില്ല. സ്വൽപ്പം ഗോൾ ബൗണ്ടറി കടന്ന് പന്ത് തിരികെ ഗ്രൗണ്ടിലേക്ക്. 69,000 കാണികൾ നോക്കി നിൽക്കെ, ലോകത്തെ കോടാനുകോടി മനുഷ്യർ തത്സമയം കണ്ടിരിക്കെ സിദാൻ ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നു. ഇനി എന്തും സംഭവിക്കാമെന്നായിരുന്നു ബെർലിന്റെ ഭാവം. തൊട്ടടുത്ത നിമിഷം മുതൽ കളിയുടെ മോഡ് ആക്രമണത്തിലേക്ക് തിരിഞ്ഞു. പന്തില്ലാതെയും താരങ്ങളുടെ കൂട്ടപ്പൊരിച്ചിലും തള്ളിയിടലും. അങ്ങനെ പോരാട്ടച്ചൂട് വർദ്ധിതാവസ്ഥയിലാണ്. ബെർലിനിൽ മാത്രമല്ല, ഇങ്ങ് കേരളത്തിലും ഫൈനൽ ചൂടേറ്റിരുന്നു. 19ാം മിനിറ്റ്, ആന്ദ്രേ പിർളയുടെ കോർണർ കിക്ക് നേരെ മാർക്കോ മറ്റരാസിയിലേക്ക്. ബെർലിൻ സ്റ്റേഡിയം സാക്ഷി. ഹെഡറിൽ പിറന്നത് മനോഹര ഗോൾ. മത്സരം സമനില. 36ാം മിനിറ്റിൽ ഇറ്റലിയുടെ മറ്റൊരു കോർണർ കിക്ക്. ഇത്തവണ ലൂക്കാ ടോണിയുടെ ബുള്ളറ്റ് കണക്കിയുള്ള ഹെഡർ ഫ്രഞ്ച് ഗോൾ കീപ്പർ ഫാബിയൻ ബർത്തസിനെ കയ്യകലെ പോയി ബാറിൽ തട്ടി തെറിച്ചു. ഒരു വേള ഇറ്റാലിയൻ ആരാധകർ ആർത്തു വിളിച്ചു. ഫ്രഞ്ച് ആരാധകർ തലയിൽ കൈവച്ചു. രണ്ടാം പകുതി കളിക്കുമ്പോഴും ആവേശവും ആരവവും അണമുറിയാതെ ഒരേ താളത്തിൽ ബെർലിനിൽ മുഴങ്ങി. മത്സരത്തിന്റെ അവസാന ലാപ്പിൽ ഗോൾ ശ്രമങ്ങളുടെ റാലിയായിരുന്നു, പരുക്കൻ കളിയുടെയും. ഇറ്റലിയും ഫ്രാൻസും ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടിരുന്നത് ഫുട്ബോൾ പ്രേമികൾക്ക് മറക്കാനാകാത്ത ഫുട്ബോൾ രാവായിരുന്നു. നിശ്ചിത സമയവും പിന്നിട്ടു. സമനില ഗോളിനപ്പുറം ഒന്നും പിറക്കുന്നില്ല. കളി അധിക സമയത്തേക്ക് നീണ്ടു. ആവേശപ്പോരിന്റെ ദൈർഘ്യമേറുകയാണ്. കിക്ക് ഓഫിന് പിന്നാലെ എങ്ങനെയായിരുന്നോ ഊർജം, അതിൽ നിന്ന് മാറ്റമില്ലാത്ത ആവേശോർജം തന്നെയായിരുന്നു 2 മണിക്കൂറിലേക്ക് നീളുമ്പോഴും. എക്സ്ട്രാ ടൈമിൽ സിദാന്റെ ഹെഡർ ഇറ്റാലിയൻ ഗോൾ കീപ്പർ ജിയാലുജി ബഫൺ തട്ടിയകറ്റി. ഒരുപക്ഷെ ജയിക്കാമായിരുന്ന നിമിഷം. എക്സ്ട്രാ ടൈമിന്റെ 19ാം മിനിറ്റിലായിരുന്നു ലോകം ഞെട്ടിയ കാര്യം സംഭവിച്ചത്. പന്തിന് പിറകെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുന്ന മനുഷ്യരെ സ്തബ്ധരാക്കി റഫറി പെട്ടെന്ന് കളി നിർത്തിവെക്കുന്നു. വീണുകിടക്കുന്ന മറ്റരാസിയുടെ അടുത്തേക്ക് ഓടിയെത്തി. അത്യന്തം നാടകീയത നിറഞ്ഞ കാഴ്ച. പന്തില്ലാത്ത നേരത്ത് അവിടെ എന്ത് സംഭവിച്ചു എന്നായിരുന്നു കാണികളുടെ ആകാംക്ഷ. സഹോദരിയെ അശ്ലീല ചുവയിൽ അധിക്ഷേപിച്ചതിൽ പ്രകോപിതനായി സിനദിൻ സിദാൻ മറ്റരാസിയെ തലകൊണ്ട് ഇടിച്ചു വീഴ്ത്തിയിരിക്കുകയാണ്. TV സ്ക്രീനുകളിൽ ദൃശ്യം തെളിഞ്ഞതോടെ റഫറി ഹൊറാസിയോ എലിസോണ്ട സിദാന് ചുവപ്പ് കാർഡ് നൽകി. ഫ്രഞ്ച് നായകൻ സിദാൻ ലോകകപ്പ് ട്രോഫിക്കരികിലൂടെ കടന്നു പോകുമ്പോൾ ആരാധകരിൽ പലരും കരയുകയാണ്. സിദാനില്ലാതെയാണ് ടീം പെനാൽറ്റിയെ നേരിട്ടത്. ഫ്രഞ്ചുകാർക്ക് ലക്ഷ്യം പിഴച്ചു. ഒടുവിൽ ഇറ്റലിക്ക് 4ാം കിരീടം. ബെർലിനിൽ ഇറ്റലിയുടെ അന്നത്തെ ആട്ടത്തിന് ശേഷം ലോകകപ്പ് വേദിയിൽ അവരെ മികച്ചതായി പിന്നീട് ഇതുവരെ കണ്ടിട്ടില്ല. 2010 ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും അവസാനക്കാരായി പുറത്ത്. 2014 ഗ്രൂപ്പ് ഘട്ടം പിന്നിട്ടില്ല. കഴിഞ്ഞ 2 വട്ടം അവർ യോഗ്യത പോലും നേടാനാകാതെ പതറി. ഇപ്പോൾ അമേരിക്കയിലും അവരില്ല.